എല്ലാവർക്കും ഗീതമ്മാസ് കിച്ചണിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു കിടിലൻ മുട്ട റോസ്റ്റാണ്. വെറും 3-4 ചേരുവകൾ മാത്രം മതി. അതിന് ഞാനൊരു 4 മുട്ട എടുത്ത് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇനി അതിനു വേണ്ടി ഒരുപാട് ഈ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചുമന്നുള്ളി അതൊന്നും ആവശ്യമില്ല. അതിനുവേണ്ടി ഒരു 4 സവോള മാത്രം മതി. ആ 4 സവോള ഞാൻ പൊളിച്ച് അരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ 4 സവോള ആദ്യം നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഇഞ്ചി സവോളയ്ക്ക് നല്ല നേരിയ ഒരു മധുരം കലർന്ന ഒരു സ്വാദാണ്. അതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ചേരുമ്പോഴത്തേക്ക് ആ ഒരു മധുരം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ മുട്ട റോസ്റ്റിന് ആ ഒരു സവോളയുടെ മധുരം നമുക്ക് കിട്ടണം. സവോളയുടെ ആ ഒരു നാച്ചുറൽ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഈ വേണ്ടാത്ത അതെല്ലാം ഒഴിവാക്കുക. ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഒഴിവാക്കുകയാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് നമുക്കിനി ഈ സവോള ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒരുമാതിരി ഒരു 2-3 ടേബിൾ സ്പൂൺ വേണം, 2 ടേബിൾ സ്പൂൺ വേണം. എന്നിട്ട് അതിനകത്തോട്ട് ഈ 4 സവോളയും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് അത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതുപോലെ തന്നെ പൊടികളും ഇതിന് വളരെ കുറച്ച് മതി. മുളക് പൊടി മാത്രം മതി. പിന്നെ കളറിന് വേണ്ടി ഒരല്പം മഞ്ഞൾപ്പൊടിയും, അല്ലാതെ മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ഒരുപാട് മസാല കൂട്ടുപൊടിച്ചതും ഒന്നും ആവശ്യമില്ല. മുളക് പൊടിയും കളറിന് വേണ്ടി ഒരല്പം മഞ്ഞൾപ്പൊടിയും പിന്നെ പെരിഞ്ജീരകം മാത്രം മതി. ഇനി നമുക്ക് ആ സവോള നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവോളയൊക്കെ നല്ല വഴന്ന് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് ഒരു 2 സ്പൂൺ എരിവുള്ള മുളക് പൊടി, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ 1 സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതാണ്. അത് പെരിഞ്ജീരകം ഞാനിവിടെ മേടിച്ച പെരിഞ്ജീരകം മിക്സിയിൽ പൊടിച്ച് എടുത്ത പെരിഞ്ജീരകമാണ്. അപ്പോൾ അതിനാ ഒരു സ്വതസിദ്ധമായ ആ ഒരു മണം ആണ്. അതുമല്ല, അത് സവോളയുമായിട്ട് നല്ല കോമ്പിനേഷനാണ്. എല്ലാ മസാലക്കൂട്ടും കൂടെ ചേർക്കുന്നതിലും നല്ലത് സിമ്പിളായിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിരിക്കും. അതിന് ഒരു ലൈറ്റ് ടേസ്റ്റ് ആയിരിക്കും. എല്ലാ മസാലയും കൂടി ഇട്ടാൽ മസാലയുടെ കുത്തൽ വരും. അതുകൊണ്ട് നമുക്ക് ഇത് ഇത്രയും ചേരുവകൾ മാത്രം മതി. അതാ സവോളയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതാ സവോളയുമായിട്ട് നല്ലപോലെ ഒന്ന് മൂത്ത് അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറി കഴിയുമ്പം നമുക്ക് അതിനകത്തോട്ട് ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. തക്കാളി ഓപ്ഷണലാണ്. ഒരു ചെറിയ പുളിപ്പുരസം ഇഷ്ടമുള്ളവർക്ക് അത് കൊള്ളാം, അല്ലാത്തവർക്ക് അത് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാനത് സാധാരണ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ അപ്പം ആ ഗ്രേവിക്ക് ഒരു കൊഴുപ്പും ഒരു കളറും ഒക്കെ കിട്ടും. അതില്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ചിലപ്പോൾ അതില്ലാതെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, തക്കാളി ഇട്ടും ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ എന്തായാലും തക്കാളി ഇട്ട് നമുക്കത് ഉണ്ടാക്കാം. ഇപ്പോൾ ആ തക്കാളിയും സവോളയെല്ലാം എണ്ണയിൽ കിടന്ന് മുരിഞ്ഞെങ്കിലും ഇനി അതൊരല്പം വെള്ളം ഒഴിച്ച് നല്ല സോഫ്റ്റായിട്ട് വേകണം, നല്ല മയമായിട്ട് അലിഞ്ഞു വരണം. അപ്പോൾ അതിനായിട്ട് നമുക്കിനി അത് തീ കുറച്ച് വെച്ചിട്ട് ഒരല്പം വെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇനി നമ്മളിതെല്ലാം സാധനങ്ങളെല്ലാം അടുപ്പിച്ച് വെച്ചുകൊണ്ട് ജോലി തുടങ്ങിയ ഇതൊക്കെ വളരെ പെട്ടെന്ന് ചെയ്ത് തീർക്കാവുന്ന ജോലികളാണ്. സവോളയൊക്കെ അരിഞ്ഞ് എല്ലാം പിടിപിടിയെന്ന് അരിഞ്ഞെടുത്ത് മുട്ടയൊക്കെ പുഴുങ്ങി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലി തീർക്കാം. ഇപ്പോൾ ആ ഗ്രേവിയൊക്കെ നല്ലോണം സെറ്റായി. ആ സവോളയും തക്കാളിയും ഒക്കെ കൂടെ വെന്ത് അലിഞ്ഞ് നല്ല കട്ടിയുള്ള ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല കളറുമുണ്ട്. ഇനി അതിനകത്തോട്ട് നമുക്ക് ആ പുഴുങ്ങിയ മുട്ട ഒന്ന് വരഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. 4 വശത്തും ഓരോ വര ഇട്ടിട്ട് പുഴുങ്ങിയ മുട്ട നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ കറിയെല്ലാം റെഡിയായി. ഇനിയിപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക പ്ലീസ്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാനുള്ളത് ഒരു ലാസ്റ്റ് ഒരു ഡെക്കറേഷൻ, അല്പം മല്ലിയില. അത് മാത്രമേ ഉള്ളൂ. അതുകൂടെ ആകുമ്പം നമ്മുടെ കറി റെഡി ടു സെർവായി. അധികം ചേരുവകളൊന്നുമില്ലാതെ വെറുതെ 10 മിനിറ്റ് കൊണ്ട് നമുക്കൊരു മുട്ടക്കറി റെഡിയാക്കി. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇനി പുതിയ ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.